ഹലോ നമസ്കാരം. ഡ്രീം ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ വീട് പണിക്ക് മുന്നേ പ്ലാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ റിക്വയർമെൻറ്റ്, നമുക്ക് എന്തൊക്കെ ആവശ്യം വരും, കിച്ചൺ, ബെഡ്റൂം, അങ്ങനെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് വരും. ടോയ്ലറ്റ് എത്ര എണ്ണം വേണം, എവിടെ വേണം, ഇതിലൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ബഡ്ജറ്റ് സംബന്ധമായിട്ട് റിക്വയർമെൻറ്റ് എന്തൊക്കെ, വെന്റിലേഷൻ കൊടുക്കാം, പ്രൈവസി, ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് നമ്മുടെ കിച്ചൺ, ബെഡ്റൂമുകൾ കാണരുത്, അങ്ങനെയുള്ള ഒരുപാട് പ്രൈവസി, സേഫ്റ്റി ഇഷ്യൂ, അങ്ങനെ പ്ലാനിങ്ങിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും ഒരു വീഡിയോ വയ്ക്കുന്നതിന് മുന്നേ. അതെല്ലാം തീർക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടു നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന വീടാണെങ്കിൽ അതിന് വരാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിലൂടെ ചർച്ച ചെയ്യുക. അത് മുഴുവനായി നിങ്ങളുടെ മുന്നിലെത്താൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീടിന്റെ പ്ലാൻ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വീടിരിക്കുന്ന സ്ഥലവും. വീടിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മൾ ആ വീടിരിക്കുന്ന സ്ഥലം സെലക്ട് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിങ്ങനെ അടങ്ങിയ ഒരു പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അത് കാണാത്തവർ വീടിരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് അറിയാൻ വേണ്ടി അതൊന്ന് കാണുക. പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് അത് ഫസ്റ്റ് തന്നെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യം. നമ്മൾ നമ്മുടെ സ്ഥലത്ത് നമ്മൾക്കൊരു 5 സെൻറ്റോ 10 സെൻറ്റോ 20 സെൻറ്റോ എത്ര ആയിക്കോട്ടെ, ആ സ്ഥലത്തിന് അനുസരിച്ച് പ്ലാനാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ആ സ്ഥലത്തിന് അനുസരിച്ച് പ്ലാനാണ് നമ്മൾ വരയ്ക്കുന്നത് എന്നുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ആ വ്യക്തികൾ, ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വെച്ച വീടിനോ അതിൻ്റെ ഒരു വ്യൂവിനെയൊക്കെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. അതിൻ്റെ ഒരു വ്യൂവിനെയോ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആലോചിച്ച് നമ്മൾ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അതിൻ്റെ എത്ര ഭംഗിയാവില്ലേ, അങ്ങനെ അതിൻ്റെക്കാൾ ഭംഗി വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നല്ലൊരു പ്ലാൻ വരയ്ക്കുന്നതിലൂടെ അതിന് നല്ലൊരു ഡിസൈനും നമുക്ക് ആവശ്യമുള്ളതുപോലെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു ഡിസൈനൊക്കെ നമ്മുടെ പ്ലോട്ടിന് അനുസൃതമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിന് നല്ലൊരു എഞ്ചിനീയറെ, ഡ്രോയിങ് ഡിസൈനറെ സമീപിച്ചാൽ കഴിയും. നമ്മളൊക്കെ അത് കൃത്യമായി ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരോട് നമ്മൾ അവരുടെ ടെൻഷനൊക്കെ തീർത്തു കൊടുത്ത് അവരെ കൃത്യമായി സംസാരിക്കുക. അവരായിട്ട് എഞ്ചിനീയർ ആണെങ്കിൽ, ഡിസൈനർ ആണെങ്കിൽ അവരായിട്ട് കൃത്യമായിട്ട് സംസാരിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ പറയുക. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ അവർക്ക് അവരുടെ ടെൻഷനൊക്കെ മാറ്റി കൊടുത്ത് അവർക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് എല്ലാവരും പോവാറ്. അപ്പോൾ നമ്മുടെ ഒരു അനുഭവത്തിലൂടെ ഉണ്ടായ കാര്യങ്ങൾ, അവർക്ക് സാറ്റിസ്ഫൈഡ് ആയ ആൾക്കാരുടെ അനുഭവങ്ങൾ, അതൊക്കെ ആയിരിക്കും. അതിലൂടെയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ പ്ലോട്ടിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ സ്ഥലത്ത് ചിലപ്പോൾ സ്ഥലം കുറച്ച് വളഞ്ഞതായിരിക്കാം, സ്ഥലം കറക്റ്റ് റെക്ടാങ്കിൾ ആവില്ല, സമചതുരമൊന്നും ആവില്ല, കുറച്ച് നീളത്തിലുള്ള സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ പിറകിലും എല്ലാം ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ചൊരു പ്ലാനാണ് വേണ്ടത്. നമ്മൾ നെറ്റിൽ നിന്ന് അങ്ങനെ ഒരു ഡിസൈൻ കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളുടെ വീട് കണ്ടിട്ടോ അത് ചിലപ്പോൾ നമ്മുടെ സ്ഥലത്ത് അത് വെക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വീട് വെക്കുന്ന സ്ഥലം എഞ്ചിനീയർ, ഡ്രോയിങ് ചെയ്യുന്ന ആളെയോ കൃത്യമായ അളന്ന് ആ ഒരു 5 സെൻറ്റ് 10 സെൻറ്റ് സ്ഥലത്ത് കൊള്ളാവുന്ന വീട് വെക്കാൻ അവരോട് ആവശ്യപ്പെടുക. അതിന് നമുക്ക് പറ്റുന്ന ഒരു ഡിസൈൻ അവരോട് തരാൻ പറയുക. ആ ഒരു പ്ലാനിലൂടെയാണ് നമുക്ക് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്ലാൻ ചിലപ്പോൾ നമ്മളൊരു കിണർ അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മുറിച്ച് മാറ്റാൻ കഴിയാത്ത മരങ്ങൾ, തെങ്ങ്, അങ്ങനെ നമുക്ക് മുറിച്ച് മാറ്റാൻ കഴിയില്ല, എങ്ങനെയുള്ള മരങ്ങൾ അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വലിയൊരു പാറ, അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു കുഴി, അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ പ്ലോട്ടിൽ, സ്കെച്ചിൽ അത് മാർക്ക് ചെയ്യണം. നമുക്ക് വെറുതെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാൻ അവിടെ ഉണ്ടാക്കാൻ കഴിയില്ല. ചിലപ്പോൾ ആ പ്ലാന് ചിലപ്പോൾ ആ കിണറിന്റെ മുകളിലോ കുഴിയുടെ മുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലോട്ട് കൃത്യമായിട്ട് അളന്ന് അതിന് വേണം പ്ലാൻ ചെയ്യാൻ. അപ്പോൾ നമുക്കന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മുടെ പ്ലോട്ടിന്റെ ഒരു ഭാഗത്തായിരിക്കും എൻട്രൻസ് കൊടുക്കാൻ പറ്റുക, റോഡ് കൃത്യമായ വഴിയിൽ ആ ഭാഗത്തൂടെ ആയിരിക്കും പോയിരിക്കുക. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമ്മുടെ കാറ് തിരിഞ്ഞ് കയറാൻ അവിടെ ആയിരിക്കും സൗകര്യം. അപ്പോൾ അതിലൂടെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ റോഡിലൂടെ ഗേറ്റ് കൃത്യമായി കിടന്ന് പോർച്ചിലേക്ക് വരാൻ പറ്റും. നമുക്ക് വീടിന്റെ മുന്നിൽ ഒരുപാട് സ്ഥലം വിടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, കാരണം ആ ഗേറ്റ് അവിടെ കിടന്ന് ഒരുപാട് പിന്നിലേക്ക് വണ്ടി കിടന്ന് ഓടിപ്പോയി നമുക്ക് പോർച്ചിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ കറക്റ്റ് പോർച്ചിന് മുന്നിലായിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗേറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് സ്ഥലം നമ്മൾ കൃത്യമായി പഠിക്കുന്നതിലൂടെ. സ്ഥലം നമ്മൾക്കൊരു ബോധ്യം ഉണ്ടാവണം, നമ്മുടെ പോർച്ച് ഏത് ഭാഗത്ത് വേണം, സിറ്റ് ഔട്ട് ഏത് ഭാഗത്ത് വേണം, വെയിൽ കൃത്യമായി ലഭിക്കുന്ന സ്ഥലമാണോ, വെളിച്ചം കിട്ടുമോ, വെയിൽ ഓവറാവുമോ, അപ്പോൾ അങ്ങനെ സൗണ്ട് വരുമോ, നമുക്ക് പ്രൈവസിയെ ബാധിക്കുമോ, അങ്ങനെയൊക്കെ നമുക്ക് പ്ലോട്ട് നമ്മൾ കൃത്യമായി പഠിക്കുന്നതിലൂടെ അത് എഞ്ചിനീയർക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് അറിയുമോ, ഒരിക്കലും ഒരു വലിയ ബഡ്ജറ്റിലേക്ക് പോയി നമ്മൾ സ്വപ്നഭവനം, സുന്ദരഭവനം, നമ്മുടെ സ്വപ്നത്തിലുള്ള വീട്, അങ്ങനെയൊക്കെ എല്ലാവരും സംസാരിക്കും, പറയും. നമ്മൾ മനസ്സിൽ ഒരുപാട് സ്വപ്നം കണ്ട് പണിത വീട്ടിൽ
സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ആ വീട് വിറ്റ് ആ ഒരു കടബാധ്യത തീർക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കൊന്നും ആരും എത്തരുത്. കാരണം നമ്മൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ലോൺ എടുത്താൽ അത് വീട്ടാൻ കഴിയും, അല്ലെങ്കിൽ മറ്റുള്ള കടങ്ങളോ എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ അത് നമുക്കത് എത്ര റേസ് ചെയ്യാൻ പറ്റും ഫണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായൊരു ധാരണ വേണം. അപ്പോൾ ബഡ്ജറ്റ് കൃത്യമായി തീരുമാനിക്കുക. കാരണം നമുക്ക് ഏരിയ കൂടുന്നതിലൂടെ തന്നെ നമുക്ക് കൃത്യമായി എത്ര ഏരിയ വേണം എന്നുള്ളത് ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് എത്തും. അതിലേക്ക് ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് ബഡ്ജറ്റ് കൊണ്ടെത്തിക്കും. അപ്പോൾ ഏരിയ കടന്നു പോകരുത്. ഏരിയ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് തീർക്കാൻ കുറച്ച് ഓരോ ഏരിയ കൂടുന്നതനുസരിച്ച് ഇന്നിപ്പോൾ നമുക്കൊരു 1700 രൂപ മുതൽ 2000 രൂപ വരെയൊക്കെ ഒരു സ്ക്വയർ ഫീറ്റിന് അത്രയും രൂപ ചിലവ് വരും. അപ്പോൾ നമ്മളൊരു അധികം ഏരിയ ഒരു 50 സ്ക്വയർ ഫീറ്റോ 100 സ്ക്വയർ ഫീറ്റോ ഒക്കെ അധികം എടുക്കുന്നതിലൂടെ എത്ര പൈസ പോകും നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് കൃത്യമായി തന്നെ നമുക്ക് എത്ര കൊണ്ടെത്തിക്കാൻ പറ്റും എന്നതിന് ഒരു കൃത്യമായ ധാരണ വേണം. അതിലൂടെ തന്നെ നമുക്ക് ആവശ്യങ്ങൾ കണക്കാക്കാൻ പറ്റും. കാരണം ഒരു സാധാരണക്കാരൻ ദിവസം പണിക്ക് പോകുന്നവൻ്റെ ഒരു പൈസ അനുസരിച്ചിട്ടായിരിക്കില്ല ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ അവരൊക്കെ ആവശ്യങ്ങൾ ബഡ്ജറ്റ് വെവ്വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരാളെ താരതമ്യം ചെയ്തിട്ടോ അങ്ങനെ വേണമെന്നോ അങ്ങനെയൊക്കെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു പ്ലാൻ ചെയ്യുന്ന ഒരാളെ അല്ലെങ്കിൽ ഡിസൈനറെ നമ്മൾ അവരുടെ കയ്യിലേക്ക് നമ്മുടെ ആവശ്യം എത്തിക്കുക എന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ തന്നെ നമുക്ക് വേണ്ട ഒരു വീട് നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ ആവാതെ നമ്മൾക്ക് എത്ര ബഡ്ജറ്റിൽ ഇത് വീട് നിർത്താൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മളൊരു ധാരണയിലെത്തുക. അവരായിട്ട് സംസാരിക്കുക, നമ്മുടെ ബഡ്ജറ്റ് ഇതാണ്, കോൺട്രാക്ടർ എഞ്ചിനീയർ ആയിട്ട് സംസാരിക്കുക, നമ്മുടെ ബഡ്ജറ്റ് ഇതാണ്, ഇതിനനുസരിച്ചിട്ടുള്ളൊരു വീട് നമുക്ക് വേണം എന്നത് സംസാരിക്കുക. ഇനി നമുക്ക് വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മൂന്നാമത് വരുന്ന കാര്യം റിക്വയർമെന്റ് ആണ്. ഞാൻ ബഡ്ജറ്റിന് തൊട്ട് ശേഷം തന്നെ റിക്വയർമെന്റ് പറയാൻ കാരണം ഇത് രണ്ടും ഏകദേശം കണക്ട് ചെയ്ത് നിൽക്കുന്ന 2 പോയിന്റുകളാണ്. റിക്വയർമെന്റ് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണ്. നമുക്കൊരു വീടാവുമ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി എന്തായാലും ഒരു സിറ്റ് ഔട്ട് നമുക്ക് കൊടുക്കുക. പുറത്തുനിന്ന് ഗസ്റ്റോ ആരാണെങ്കിലും വരുമ്പോൾ നമ്മൾ നേരെ ലിവിംഗ് റൂമിലേക്ക് കയറി പോകരുത്. അപ്പോൾ ഒരു സിറ്റ് ഔട്ട് എന്തായാലും വേണം. സിറ്റ് ഔട്ട്, ലിവിംഗ് റൂം, ഡൈനിങ് റൂം. ലിവിംഗിൽ നിന്ന് ഇപ്പോൾ ഡൈനിങ്ങിലേക്കൊക്കെ കറക്റ്റ് ഓപ്പൺ ആയിട്ടുള്ള പാസേജുകളും കാര്യങ്ങളാണ്. പണ്ടത്തെ പോലെ ഡോറുകളൊന്നും ഇപ്പോൾ ആരും ചെയ്യുന്നില്ല. അപ്പോൾ ലിവിംഗ് റൂം, ഡൈനിങ് റൂം, ബെഡ്റൂം, കിച്ചൺ, അങ്ങനെ നമുക്ക് ആവശ്യങ്ങളുണ്ടാവും. ഇതിന് പുറമെ നമുക്ക് പ്രയർ റൂം, സ്റ്റഡി റൂം, ഹോം തിയേറ്റർ അങ്ങനെയൊക്കെ ആവശ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താ പറഞ്ഞല്ലോ ബഡ്ജറ്റും റിക്വയർമെന്റും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്ത് തന്നെ വേണം ആലോചിക്കാൻ. ഓരോ സ്ക്വയർ ഫീറ്റും കൂടുന്തോറും നമുക്ക് ബഡ്ജറ്റ് കൂടി പോകും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെ, ഇനി ഒഴിവാക്കാൻ പറ്റാത്ത ആവശ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കരുത്. പിന്നെ എത്ര ടോയ്ലറ്റ് വേണം, ടോയ്ലറ്റ് എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കുക. കാരണം നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ബഡ്ജറ്റ് ഹോംസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ടോയ്ലറ്റ് വേണ്ട എന്ന് പറയും. പക്ഷെ അത് പിന്നീട് ഒരുപാട് ആൾക്കാർ നമ്മൾ റെനോവേഷൻ ചെയ്യുന്ന മുഴുവൻ വീടുകളിലും ഒരു ടോയ്ലറ്റോ 2 ടോയ്ലറ്റോ അധികമായിട്ട് എന്തായാലും എടുക്കും. കാരണം അവരെ പ്രായം ആയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ പ്രായമാകുമ്പോൾ അവർക്ക് മുകളിലത്തെ ബെഡ്റൂമിൽ കയറി അവിടെ കിടക്കാനോ ആ ടോയ്ലറ്റ് ഉപയോഗിക്കാനോ പറ്റില്ല. രാത്രി വർക്ക് ഏരിയയിൽ അവിടെ പുറത്തെ കോമൺ ടോയ്ലറ്റിൽ വന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ടോയ്ലറ്റുകൾ നമ്മൾ ടോയ്ലറ്റിന് ഒരു സ്പേസ് കൊടുക്കുക, അത് പ്ലാനിൽ ഉൾപ്പെടുത്തുക. ശാരീരിക അവശതകൾ ഉണ്ടാവും, എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോഴെല്ലാം നമുക്ക് പുറത്ത് പോയിട്ട് ടോയ്ലറ്റ് ഉപയോഗിക്കുക എന്നത് നല്ലൊരു പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ടോയ്ലറ്റ് പ്രധാനമായിട്ടും നമ്മുടെ റിക്വയർമെന്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ കിച്ചൺ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര സ്ഥലം വേണം, കിച്ചൺ വലിയൊരു കിച്ചണാണോ, ഇനി അത് ഓപ്പൺ കിച്ചണാണോ, ഡൈനിങ്ങിൽ നിന്ന് ഓപ്പൺ കിച്ചണായി വരുന്നതാണോ. പിന്നെ നമ്മൾ വർക്ക് ഏരിയ കൊടുക്കുമ്പോൾ അത് വർക്ക് ഏരിയ നമ്മൾ പല ടൈപ്പിൽ ഇപ്പോൾ ഭംഗിയായിട്ട് കൊടുക്കുന്നുണ്ട്. വർക്ക് ഏരിയ ഓപ്പൺ ആയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ഏരിയക്ക് എത്ര സ്പേസ് വേണം, അവിടെ ലോണ്ടറി ഏരിയ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടോ. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റും റിക്വയർമെന്റും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളൊന്ന് ചിന്തിക്കുക. കാർ പോർച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കാർ പോർച്ച് ഏത് സ്ഥലത്ത് കൊടുക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കാർ പോർച്ചിൽ നിന്ന് നമുക്ക് മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായി സിറ്റ് ഔട്ടിലേക്ക് ഒരു എൻട്രി കിട്ടുന്ന രീതിയിൽ കാർ പോർച്ച് പ്ലേസ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്ഥലവും റിക്വയർമെന്റും ബഡ്ജറ്റും എല്ലാം കണക്ട് ചെയ്ത് അതൊന്ന് ചിന്തിക്കുക. ചിലർ പറയും നമുക്ക് താഴെ ഒരു ബെഡ്റൂം മതി, മേലെ മതി ബാക്കി റൂമുകളെല്ലാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ താഴെ കിടക്കും, വേറൊരു ഗസ്റ്റ് ഇനി പ്രായമായവരാ വരുന്നുണ്ടെങ്കിൽ താഴെ ഒരു സ്റ്റെയർ റൂം കയറി മേലെ കിടക്കാൻ പറ്റില്ല, നമുക്കും മേലെ കയറാൻ പറ്റില്ല. അപ്പൊ താഴെ ഒരു ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യുക. ബെഡ്റൂമിന്റെ കാര്യത്തിലാണെങ്കിലും കിച്ചണിന്റെ ആണെന്നുണ്ടെങ്കിലും ലിവിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ ലിവിങ്ങിന്റെ വലിപ്പം കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഹോം തിയേറ്റർ സെപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ TV യൂണിറ്റും സെറ്റിയും എല്ലാം വരിക, ഗസ്റ്റ് റൂമും ഒക്കെ ആയി നമ്മൾ യൂസ് ചെയ്യുക ലിവിംഗ് റൂം ആയിരിക്കും. അപ്പൊ ലിവിംഗ് റൂമിന്റെ വലിപ്പം കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ളത് നമ്മുടെ ആവശ്യപ്രകാരം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വെന്റിലേഷൻ ആണ്. വെന്റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും കിച്ചൺ, ബെഡ്റൂം ഇവിടെയൊക്കെയാണ് നമ്മൾ ഭൂരിഭാഗം സമയം ചെലവഴിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. കിച്ചണിലൊക്കെയാണ് ഒരുപാട്
സമയം രാവിലെയും വൈകിട്ടൊക്കെ കിച്ചണിൽ. അപ്പോൾ നമുക്ക് ഫുൾ ടൈം ലൈറ്റ് ഇടാതെ എങ്ങനെ അവിടേക്ക് വെന്റിലേഷൻ കൊണ്ടുവരാമെന്ന് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കണം. കാരണം ആവശ്യത്തിന് ജനലുകൾ, രണ്ട് സൈഡും പുറം ചുമരാണ്, പുറം ഭിത്തികളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ജനൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം ജനലുകൾ കൊടുക്കുക. അത് പ്ലാൻ ചെയ്യുന്ന ആളോട് പറയണം. എന്താ വെച്ചാൽ നമുക്ക് വെന്റിലേഷൻ കൃത്യമായി കിട്ടുക, കൃത്യമായി നമ്മുടെ വാസ്തുവൊക്കെ അനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന അടുപ്പിലേക്കോ അല്ലെങ്കിൽ ആ ഫുഡിലേക്കൊക്കെ വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ ഇന്ന് ആൾക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് പുറത്തേക്കൊരു വെളിച്ചം കിട്ടുന്ന രീതിയിൽ, വായു കിട്ടുന്ന രീതിയിലൊക്കെ കിച്ചൺ പ്ലേസ് ചെയ്യാം. പിന്നെ നമ്മൾ ബെഡ്റൂമിൽ അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന രീതിയിൽ, ക്രോസ് വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിയിലൊക്കെ, പിന്നെ നമ്മൾ ബെഡ്റൂമുകളിൽ എല്ലാം അത്യാവശ്യം നല്ല വെളിച്ചം കാറ്റും എല്ലാം കിട്ടുന്ന രീതിയിൽ. ചിലപ്പോൾ ചില വീടുകളിലൊക്കെ പോയാൽ കാണാം അവിടെ ഒരു ഇടുങ്ങിയ അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ ലൈറ്റും കാറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. റൂം ചെറുതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തുറന്ന നമുക്ക് വെന്റിലേഷൻ എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നിൽക്കുമ്പോൾ ഒരു ശുദ്ധമായ ശ്വാസവും ഒരു വെളിച്ചമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിലൂടെ വെന്റിലേഷൻ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്ലാനിങ്ങിലുള്ളത്. പിന്നെ വെന്റിലേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ചില വീടുകളിൽ വരുന്ന കാര്യം, ഈ ഡൈനിങ് റൂം എല്ലാ സ്ഥലത്തേക്കും ഡൈനിങ് റൂമിൽ നിന്നൊരു എൻട്രി വരുന്നത് കൊണ്ട് തന്നെ ഡൈനിങ് റൂം ഈ നടുവിൽ സെൻറ്ററായി പോകാൻ ഒരു സാധ്യത ഉണ്ട്. ഡൈനിങ് റൂമിൽ നിന്ന് ലിവിംഗിലേക്കും, ഡൈനിങ് റൂമിൽ നിന്ന് കിച്ചൺ, ഡൈനിങ് റൂമിൽ നിന്ന് ബെഡ്. അപ്പോൾ ഡൈനിങ് റൂമിന് വെന്റിലേഷൻ കിട്ടാൻ മാക്സിമം നോക്കുക. അതിന് ഡൈനിങ് റൂമിൽ പുറം ചുമരിൽ നിന്ന് നമുക്കൊരു ഏരിയയിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും സ്റ്റെയർ റൂമിന്റെ ചുമരിൽ നിന്ന് കൃത്യമായ വെളിച്ചവും കാറ്റും കടന്നു വരാൻ നല്ലൊരു സാധ്യത കൊടുക്കുക. കാരണം ഡൈനിങ് റൂമിലേക്ക് വെളിച്ചം എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല വീട്ടിലും ഡൈനിങ് റൂമിലേക്ക് കൃത്യമായി വെളിച്ചം എത്തിയാൽ അത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കിടക്കും. ഡൈനിങ് റൂം തന്നെ ഇരുട്ടാന്നുണ്ടെങ്കിൽ ആ വീട് മൊത്തത്തിൽ ഇരുട്ടായതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കാണാം. അപ്പോൾ കൃത്യമായി വെളിച്ചവും കാറ്റും എല്ലാം വെന്റിലേഷൻ കടന്നു പോകാൻ എങ്ങനെ സാധ്യതയുണ്ടോ എന്ന് കൃത്യമായി നോക്കുക. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടോയ്ലറ്റുകളിൽ എന്തായാലും വെന്റിലേഷൻ വേണം. കാരണം പുറം ചുമരുകളിൽ മാത്രമായിരിക്കണം ടോയ്ലറ്റിന്റെ ഒരു ചുമര് നിൽക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വർക്ക് ഏരിയയിലാണ്. വർക്ക് ഏരിയയിൽ എങ്ങനെ നമുക്ക് ആലുവടുപ്പ്, പുതിയ രീതിയിലുള്ള ഏത് അടുപ്പാണ് നമ്മൾ വിറകിട്ട് കത്തിക്കുന്ന അടുപ്പാന്നുണ്ടെങ്കിലും നമ്മൾ പുക കാര്യങ്ങളെല്ലാം വല്ലാതെ ചൂടും പുകയൊന്നും കെട്ടി നിൽക്കാതെ പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നമ്മൾ വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം ആ പ്ലാനിൽ തന്നെ ശ്രദ്ധിക്കാം. റിക്വയർമെന്റിൽ പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വാസ്തു എന്നത് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യമാണ്. നമ്മൾ അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് നമ്മുടെ വീടും പ്ലാനും എല്ലാം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ, വീട് പണിയുടെ ഒരു ആരംഭമാണ് സെറ്റ് ഔട്ട്, കുറ്റിയടിക്കൽ. അതനുസരിച്ചിട്ടാണ് വീട് വളർന്നു തുടങ്ങുക, അതിന്റെ പണി തുടങ്ങുക. അപ്പൊ അതിന് മുന്നേ തന്നെ പ്ലാനിൽ വാസ്തു കറക്റ്റ് ആണോ, വാസ്തു അവസാന സമയത്ത് കുറ്റിയടിക്കുന്ന സമയത്ത് വാസ്തുവിൽ ഒരു ടെൻഷൻ ഉണ്ടാവാനോ പ്ലാൻ മാറ്റാനുള്ള ഇടവരുത്തരുത്. അഞ്ചാമത് വരുന്ന പോയിന്റ് ആണ് പ്രൈവസി സേഫ്റ്റി. പ്രൈവസി സേഫ്റ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് നമ്മൾ പ്രൈവസി സേഫ്റ്റി ഒറ്റ പോയിന്റ് ആയിട്ട് പറയുന്നത്. പ്രൈവസി എന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സിറ്റ് ഔട്ടിൽ നമ്മൾ കയറി വരുന്ന നമ്മുടെ ഗസ്റ്റ്, അല്ലെങ്കിൽ അത് നമ്മളൊരു ടൗൺ പ്രദേശം അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് നമ്മുടെ സിറ്റ് ഔട്ട് എൻട്രൻസ്, നമ്മൾ ചിലപ്പോൾ സമാധാനമായി കുറച്ചു നേരം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാവും വൈകുന്നേരത്ത് സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ എല്ലാം വന്ന് നമുക്കൊരു പ്രൈവസി നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് വീടിന്റെ എൻട്രൻസ്, സിറ്റ് ഔട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൃത്യമായി മാറ്റാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. അതാണ് പ്രൈവസിക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൂടാതെ നമ്മുടെ ബാൽക്കണി ഏരിയയിൽ പലരും വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പും കുട്ടികൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും. വൈകുന്നേരങ്ങൾ കുറച്ച് സമയം നമ്മളെല്ലാവരും കൂടി ഫാമിലി ചെലവിടുക, അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന സ്ഥലമായിരിക്കും ബാൽക്കണി സിറ്റ് ഔട്ടൊക്കെ. അപ്പോൾ അതിന്റെ കൃത്യമായൊരു പ്രൈവസി നമ്മൾ തന്നെ ഏത് ഭാഗത്തും വേണം എന്നുള്ളതൊന്ന് തീരുമാനിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിവിംഗ് റൂമിൽ ഗസ്റ്റ്, നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാർ, റിലേറ്റീവ്സ് ആര് വേണമെങ്കിൽ ചിലപ്പോൾ എല്ലാം വരാം, കുറച്ച് സമയം വന്നിരുന്ന് പോകുന്ന ആൾക്കാർ. അപ്പോൾ അവരെല്ലാം നമുക്ക് ബെഡ്റൂമിലേക്കൊരു കാഴ്ച വരാതെ ശ്രദ്ധിക്കുക. നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് മാക്സിമം എൻട്രൻസ് കൊടുക്കുക ബെഡ്റൂമിലേക്ക്. ലിവിംഗ് റൂമിൽ ഇരുന്നാൽ നമ്മുടെ ബെഡ്റൂമിലേക്കും ബാക്കി എല്ലാ കിച്ചണിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ ഒരു പ്ലാൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ കൂടാതെ നമ്മുടെ കിച്ചൺ വാഷ് ഏരിയ ഒക്കെ കൊടുക്കുമ്പോൾ വാഷിന്റെ ഒരു ചിലപ്പോൾ പല ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കാം. വാഷ് ഏരിയയിൽ നമ്മൾ വാഷ് ചെയ്യുന്ന കാര്യങ്ങൾ ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു അസ്വസ്ഥതയാരോചകമായിട്ടൊക്കെ തോന്നും അതിന്റെ ശബ്ദം. അപ്പോൾ അത് വാഷ് ഏരിയ ചെറിയതായിട്ടൊരു പ്രൈവസി കൊടുത്ത് വാഷ് ഏരിയ ഒന്ന് ഒതുക്കി കൊടുക്കുക. സേഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മുടെ ബെഡ്റൂമിന്റെ വാർഡ്രോബുകൾ, കബോർഡുകൾ പുറം ചുമരിൽ കൊടുക്കാം എന്നൊരു പ്ലാനിൽ നമ്മൾ എത്തരുത്. കാരണം പുറം ചുമരിൽ അതൊരു ചുമരുള്ളിലേക്ക് കുഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചുമരിന്റെ കനം വളരെ കുറവായിരിക്കും. പുറത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ബ്രേക്ക് ചെയ്യാൻ ഒരു സാധ്യത ഉണ്ടാക്കി കഴിഞ്ഞാൽ ചുമര് പെട്ടെന്ന് പൊളിയും. അതുകൊണ്ട് നമ്മൾ പുറം ചുമരുകളിൽ ഒരിക്കലും വാർഡ്രോബോ കബോർഡോ ഉള്ള ഒരു പ്ലാനിൽ നമ്മൾ എത്തരുത്. അപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണിത്. നല്ലൊരു വീട് സ്വപ്നം കാണുന്ന എല്ലാവർക്കും അത് യാഥാർത്ഥ്യമാകട്ടെ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.